ഭാരത് മുരളി കൾച്ചറൽ സെന്റർ ഏർപ്പെടുത്തിയ ഭാരത് മുരളി പുരസ്കാരം നടി ദുർഗ കൃഷ്ണയ്ക്ക് മല്ലിക സുകുമാരൻ സമ്മാനിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ചേർന്ന മുരളി അനുസ്മരണം ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണാണ് ഉദ്ഘാടനം ചെയ്തത്. നടൻ മുരളിയുടെ സ്മരണാർത്ഥം ജന്മനാടായ കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ഭാരത് മുരളി കൾച്ചറൽ സെന്ററാണ് തുടർച്ചയായ 13ാം വർഷവും ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയത്. ഉടൽ എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് നടി ദുർഗ കൃഷ്ണയ്ക്കായിരുന്നു ഇത്തവണത്തെ പുരസ്കാരം. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് മുതിർന്ന നടി മല്ലിക സുകുമാരനാണ് സമ്മാനിച്ചത്. മുരളിയും സുകുമാരനും തമ്മിലുള്ള സൗഹൃദത്തെ മല്ലിക ഓർത്തെടുക്കുകയും ചെയ്തു. എൻ്റെ സുഹൃത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു മുരളിയേട്ടൻ. അവരൊരു വലിയ കൂട്ടമാണ്. കാണാതിരിക്കില്ല, കാണും. എന്നാലും അതിൽ കൂടുതൽ ഫോണിലൂടെ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ സാധാരണ സിനിമ കാണാൻ അദ്ദേഹം തിയേറ്ററിൽ വരുന്നത് വളരെ കുറവാണ്. ഈ ആധാരം വന്നപ്പോൾ ഞാൻ ചോടാ നല്ല പടമാണെന്ന് എല്ലാവരും പറഞ്ഞു. മുരളിയല്ലേ? ഞാൻ വരാം. എനിക്ക് അങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ ഇങ്ങനെ സിനിമയിൽ ഞങ്ങൾ കുടുംബത്തിൻ്റെ കൂടെ അദ്ദേഹം വരാറില്ല. ചിലപ്പോൾ വല്ല പ്രിവ്യൂ ഒക്കെ ഇടുമ്പോൾ എന്നെയും കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊന്ന് മുരളിയേട്ടനെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒറ്റ പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഒക്കെ കണ്ടു. അതെല്ലാം എനിക്കിങ്ങനെ എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും മങ്ങാതെ മായാതെ നിൽക്കുന്ന വളരെ സുഖകരമായ ഓർമ്മകളായി അവശേഷിക്കുകയാണ്. മുരളിയുടെ മകൾ കാർത്തിക തന്റെ അച്ഛന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളെ പനിനീർ പൂക്കൾ നൽകിയാണ് വരവേറ്റത്. അഭിനയ രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ മല്ലിക സുകുമാരനെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ആദരിച്ചു. സംവിധായകരായ ആർ ശരത്, വിജയകൃഷ്ണൻ, കൾച്ചറൽ സെന്റർ സെക്രട്ടറി പല്ലിശ്ശേരി, സി വിഷ്ണുഭക്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.